കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കക്കാരുടെ ഒരു നിരീക്ഷണ കപ്പൽ അതിർത്തി ലംഘിച്ചപ്പോൾ അവരെ റഷ്യക്കാർ ബന്ദികളാക്കി. കോടതി ആ കപ്പലിലുണ്ടായിരുന്ന 82 പേരെയും വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ അധികാരികൾ ഇടപെട്ടുകൊണ്ട് അവരെ കൊല്ലുന്നത് നീട്ടിവെച്ചു. അതുകൊണ്ട് അവരെ ജയിലിലടച്ച് കഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ചു. തന്മൂലം അവർ രോഗികളും മാനസികമായി തകർന്നവരുമായി മാറി. അവർ തമ്മിൽ വെറുക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തു. അവരിൽ ഒരാളായ ഹാരിസ് ഒരു കരിക്കട്ട ചോക്കിന്റെ രൂപത്തിലാക്കി. അവിടെ പേപ്പറുകളൊന്നും കണ്ടില്ലായിരുന്നു. അത് കാരണം അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടോയ്ലറ്റ് പേപ്പർ എടുത്ത് അതിലൊരു വചനം എഴുതി, 70 പ്രാവശ്യം ക്ഷമിക്കുവിൻ എന്ന്. അത് കണ്ട മറ്റൊരാൾ അതിൽ ഇങ്ങനെ എഴുതി, ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന്. അവിടെയുള്ള എല്ലാവരും അവരുടെ ഓർമ്മയിലുണ്ടായിരുന്ന വചനങ്ങളെല്ലാം ആ ടോയ്ലറ്റ് പേപ്പറിൽ എഴുതി. അത് അവർ എന്നും വായിച്ചുകൊണ്ട് അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി. അവർ പരസ്പരം സ്നേഹിക്കുന്നവരും ജയിലധികാരികളോട് ബഹുമാനം കാണിക്കുന്നവരുമായി മാറി. അതുകൊണ്ട് ജയിലധികാരികൾക്ക് അത്ഭുതം തോന്നി. അവർ വീണ്ടും അധികാരികളെ വിളിച്ച് ഒരു ചർച്ച നടത്തി. എന്നിട്ട് അവരെ വെറുതെ വിടാൻ തീരുമാനിച്ചു. അവർ അവരുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നവർ ആ ടോയ്ലറ്റ് പേപ്പറിൽ എഴുതിയ വചനങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു ബൈബിൾ ഉണ്ടാക്കി. അതിൻ്റെ പേര് പുയോബ്ലോ ബൈബിൾ എന്നായിരുന്നു. കാരണം അന്നവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കപ്പലിൻ്റെ പേരാണ് പുയോബ്ലോ. കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അന്നവർ എഴുതിയ വചനം കാരണമാണ് അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാനും അവരുടെ സ്വഭാവം മാറിയതും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ വചനം പഠിച്ചാലേ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നമുക്ക് അതിനെ അതിജീവിച്ച് കടക്കാൻ പറ്റുകയുള്ളൂ. കൂട്ടുകാരെ, നിങ്ങളും നല്ലോണം വചനം പഠിക്കണേ. എനിക്കറിയാം നിങ്ങൾ വചനം പഠിച്ച് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന്. എന്നാൽ ഞാൻ എൻ്റെ ഉള്ളിലുള്ള കുറച്ച് വചനങ്ങൾ നിങ്ങളോട് പറയട്ടെ. 11:12 ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. നെഹമ്യാ 13:31 എൻ്റെ ദൈവമേ, എന്നെ എന്നും ഓർക്കണമേ. ദാനിയേൽ 9:23 ദൈവം എന്നെ അത്യധികം സ്നേഹിക്കുന്നു. ഫിലിപ്പി 3:12 യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഫിലിപ്പി 3:20 നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. 1 യോഹന്നാൻ 4:16 ദൈവം സ്നേഹമാണ്. യേശയ്യാ 43:5 ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. മത്തായി 17:21 നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല. ജെറമിയ 23:29 എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ. യാക്കോബ് 4:8 ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. റോമ 12:21 തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. 1 തെസ്സലോനിക്ക 5:18 എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. 1 തെസ്സലോനിക്ക 5:17 ഇടവിടാതെ
ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. യേശയ്യ 26:8. അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം. സങ്കീർത്തനം 80:3. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. 1 തെസ്സലോനിക്ക 5:16. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ. 1 കൊറിന്തോസ് 2:15. ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. എഫേസൂസ് 6:14. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ. റോമ 5:5. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. പ്രഭാഷകൻ 19:1. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പമായി നശിക്കുന്നു. 1 യോഹന്നാൻ 3:1. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളാണെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. യോഹന്നാൻ 3:16. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കൂട്ടുകാരെ, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ. കൂട്ടുകാരെ, നിങ്ങളും വചനം പഠിക്കണേ. നിങ്ങൾ വചനം പഠിച്ചാൽ മാത്രം പോരാ, എല്ലാ ദിവസവും ഇത് പറയണം. എന്നാലേ നിങ്ങളുടെ ഓർമ്മയിൽ ഇത് വരികയുള്ളൂ. കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണേ. ബൈ കൂട്ടുകാരെ, ഗോഡ് ബ്ലസ് യു.